വെറും 17 മൂവ് കൊണ്ട് തൻ്റെ ഒപ്പോണന്റിനെ തകർത്ത കാൾസൺ മിനിയേച്ചർ കണ്ടാലോ. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് കാൾസൺ ആണ്. ഇവിടെ കാൾസൺ ജസ്റ്റ് നൈറ്റ് എക്സ് E5 കളിക്കുന്നു. അപ്പോൾ കാൾസൻ്റെ ഒപ്പോണൻറ്റ് ആ നൈറ്റിനെ ഒന്ന് വെട്ടിയെടുക്കുന്നു. അപ്പോൾ കാൾസൺ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഒരു ടിപ്പിക്കൽ മൂവ് ആണെങ്കിൽ ബിഷപ്പ് വെച്ച് ആ നൈറ്റിനെ വെട്ടിയെടുക്കാം, അല്ലെങ്കിൽ പോൺ വെച്ച് വെട്ടിയെടുക്കാം. പക്ഷേ കാൾസൺ കളിക്കുന്നത് ഇതൊന്നുമല്ല. കാൾസൺ നേരെ കളിക്കുന്നത് ക്യൂൻ G5 ആണ്. നേരിട്ട് ഇവിടെ ചെക്ക്മേറ്റ് ത്രട്ടൺ ചെയ്യുകയാണ്. അപ്പോൾ അതേസമയം ഈ ഒരു നൈറ്റിനും ബിഷപ്പിനും ഒന്നും സേവ് ചെയ്യാനൊന്നും സമയമില്ല. അതിനെ ബ്ലോക്ക് ചെയ്യാൻ, ഈ ചെക്ക്മേറ്റ് ത്രെട്ട് തടുക്കാനും വേണ്ടിയിട്ട് ഇവിടെ കളിക്കുന്നത് നൈറ്റ് G4 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്നു. അപ്പോൾ ഇവിടെ ചെക്ക്മേറ്റ് ഇവിടെ എന്തായാലും സംഭവിക്കില്ല. അപ്പോൾ ഈ നൈറ്റ് മാറിയപ്പോൾ ഈ ബിഷപ്പ് ഇവിടെ ഫ്രീ ആയല്ലോ. ഇവിടെ കാണാൻ സാധിക്കും ബിഷപ്പ് ഇവിടെ ഫ്രീ ആയി. അപ്പോൾ ബിഷപ്പിനെ വന്ന് വെട്ടിയെടുത്തു. അപ്പോഴാണ് നൈറ്റ് B3 കളിക്കുന്നത്. ഇവിടെ കാൾസൺ നൈറ്റ് E2 ചെക്ക് കളിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചെക്കാണ്. കിങ്ങിനെ തൻ്റെ കോർണർ സ്ക്വയറിലേക്ക് ഇവിടെ കാൾസൺ ഫോഴ്സ് ചെയ്യുന്നു. ഇവിടെ ബിഷപ്പ് ടേക്സ് G4. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ H ടേക്സ് G4 കളിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇവിടെ ഒരു ക്യൂനോ റൂക്കോ ഈ ഒരു H5 വന്നു കഴിഞ്ഞാൽ ഒരു ചെക്ക്മേറ്റ് സംഭവിക്കും. കാരണം എന്താണ്? കിങ്ങിന് തൻ്റെ തൊട്ടപ്പുറത്തെ സ്ക്വയറിലോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം എന്തെന്ന് കഴിഞ്ഞാൽ ആ നൈറ്റ് ആ സ്ക്വയർ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ചെക്ക് അവസാനത്തെ H5 വന്നു കഴിഞ്ഞാൽ ചെക്ക്മേറ്റ് സംഭവിക്കും. അപ്പോൾ ഇത് കാൾസൻ്റെ ഒപ്പോണൻറ്റിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ഒരു നൈറ്റ് ഭയങ്കര പവർഫുൾ ആണെന്ന് ഒപ്പോണൻറ്റിന് മനസ്സിലായി. പക്ഷെ കാൾസൺ തന്നെ പ്ലാൻ പോലെ റൂക്കിനെ ആ A8 നിന്ന് E8 കൊണ്ടുവന്ന് ഒരു ലിഫ്റ്റ് നടത്തിയ ഒരു ചെക്കിനാണ് ഇവിടെ കാൾസൺ ശ്രമിക്കുന്നത്. ബിഷപ്പ് E3, റൂക്ക് വെച്ച് ആ പോണിനെ വെട്ടിയെടുത്തു. ഇവിടെ റൂക്ക് E1. ഈ മൂവിൻ്റെ ഐഡിയ ഈ ഒരു നൈറ്റിനെ അങ്ങ് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തൽക്കാലമുള്ള ആ ഒരു കിങ്ങിന് ഒരു എസ്കേപ്പ് സ്കോർ കിട്ടുമെന്ന് എൻ്റെ ഒപ്പോണൻറ്റ് വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടെ കാൾസൺ ഇവിടെ തൻ്റെ ഒപ്പോണൻറ്റിന് ഒട്ടും സമയം കൊടുക്കുന്നില്ല. ഇവിടെ കളിക്കുന്ന ബ്രില്യൻ മൂവ് ഒരു ക്യൂൻ സാക്രിഫൈസ് ആണ്. അപ്പോൾ ഒരുപാട് ലേറ്റായി പോയി ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യാൻ. നേരത്തെ തന്നെ ചെയ്യേണ്ടിയിരുന്നു. ഇവിടെ പോൺ വെച്ച് ക്യൂവിനെ വെട്ടിയെടുക്കുമ്പോൾ ഒറ്റ മൂവിൽ ചെക്ക്മേറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചെക്ക് വന്നാൽ ഇവിടെ ചെക്ക്മേറ്റ് ആയി. അതെ, റൂക്ക് H4 ഇവിടെ ചെക്ക്മേറ്റ് ആണ്. ഇവിടെ കിങ്ങിന് പോകാൻ വേറെ സ്ക്വയർ ഒന്നുമില്ല. അങ്ങനെ വളരെ മനോഹരമായ ഒരു ചെക്ക്മേറ്റിൽ ഇത് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കാൾസൻ്റെ ഇതുപോലത്തെ ഒരുപാട് മിനിയേച്ചർ ഗെയിംസ് ഉണ്ട്. ഇത് നമ്മൾ സ്പോട്ട് ചെയ്ത കുറേ ഗെയിംസുകളുടെ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത ഒരു ഗെയിമാണിത്. നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.